നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി VBC ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ശബരി റെയിൽവേ കാലതാമസത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിൽ ബഹുജന മാർച്ചും ധർണയും നടത്തി. ജി ദേവരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മുള്ളിരിങ്ങാട് ഉറകണ്ണി കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. ജനങ്ങൾ ദുരിതത്തിൽ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴുമുട്ടം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനങ്ങൾ പൂർത്തിയാക്കിയത് ആഘോഷിച്ചു. വൈസ് പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകർക്ക് പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിൽ പരിശീലനം നൽകി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവം ഏപ്രിൽ 5 മുതൽ 14 വരെ. ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. മുതലക്കോടത്ത് നടന്നുവന്ന ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സമാപിച്ചു. സമാപന സമ്മേളനം ട്രാഫിക് SI ഫൈസൽ P ഖാദർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ചെട്ടിപ്പറമ്പ് ടെക്സ്റ്റൈൽസിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം തുടങ്ങി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ശബരി റെയിൽവേയുടെ കാലതാമസത്തിന് പിറകിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്ന് ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ. ശബരി റെയിൽവേ സംരക്ഷണ സമിതി തൊടുപുഴയിൽ സംഘടിപ്പിച്ച ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരി റെയിൽവേ പദ്ധതി പ്രാവർത്തികമാക്കണമെന്നാവശ്യപ്പെട്ട് ശബരി റെയിൽവേ സംരക്ഷണ സമിതി തൊടുപുഴയിൽ പ്രകടനവും ബഹുജന ധർണയും നടത്തി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന ധർണ ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. കാരണം ഒരു പദ്ധതി റെയിൽവേയിൽ നിന്ന് അനുവദിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ജോലിയാണ്. പക്ഷെ ഇത് കിട്ടിയതിന് ശേഷവും അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്. ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനത്തെ സംബന്ധിച്ച് എന്നേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കറിയാം, ഇവിടെ സംസാരിച്ചിട്ടുള്ള നേതാക്കന്മാർക്കറിയാം. ഈ പദ്ധതി കൊണ്ട് യാത്രാ സൗകര്യം മാത്രമല്ല വർദ്ധിക്കുന്നത്, ഒരു പ്രദേശത്തിന്റെ മുഴുവൻ തന്നെ വികസന സ്വപ്നങ്ങൾക്ക് ഒരുപാട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതുമൂലം ജനങ്ങൾ ദുരിതത്തിൽ. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മുള്ളിരിങ്ങാട് ഉറകണ്ണി കോളനിയിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. വണ്ണപ്പുറം പഞ്ചായത്തിലെ 17-ാം വാർഡ് മുള്ളിരിങ്ങാട് ഉറകണ്ണി കോളനിയിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. 200ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന കോളനി പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ളതും കേരളത്തിലെ ആദ്യത്തെ SC കോളനിയുമാണ്. കുടിവെള്ളക്ഷാമം നേരിടുന്നതിനായി ഇവർക്ക് വേണ്ടി 1972-ൽ 30 ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസും ടാങ്കും പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ മുള്ളരിങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലേക്കും വെള്ളം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതോടെ സ്കൂളിന്റെ പ്രവർത്തനവും പാതി വഴിയിലാണ്. തൊടുപുഴ ന്യൂമൻ കോളേജിൽ പ്രൊഫസർ VM ഔസിബ് മെമ്മോറിയൽ പ്രഭാഷണം നടത്തി. ഒഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ബിജു തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ TM ജോസഫ്, പ്രൊഫസർ തമ്പി വർഗീസ്, പ്രൊഫസർ NV ജോൺ, പ്രൊഫസർ KC കൊച്ചുറാണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഔസിബ് സാർ എന്ന് പറഞ്ഞാൽ തൊടുപുഴ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ന്യൂമൻ കോളേജിൽ മാത്രം ഒതുക്കി നിർത്താവുന്ന ഒരു വ്യക്തിയല്ലാത്ത അദ്ദേഹം ഇടപെടാത്ത എന്തെങ്കിലും പ്രസ്ഥാനം തൊടുപുഴ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പഞ്ചായത്ത് മെമ്പർ, റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി അതിൻ്റെ സ്ഥാപക പ്രസിഡന്റ്, DDC ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കൗൺസിൽ, അതൊക്കെ അത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളിൽ 26 പേർ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി. 100 ദിനങ്ങൾ പൂർത്തിയാക്കിയത് തൊഴിലാളികൾ ചേർന്ന് ആഘോഷിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴുമുട്ടം 13-ാം വാർഡിൽ 2012-2013 സാമ്പത്തിക വർഷത്തിൽ തൊഴിലുറപ്പ് പദ്ധതികളിൽ 40 തൊഴിലാളികളിൽ 26 പേർ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി. ഇതിന്റെ ഭാഗമായി തൊഴിലാളികൾ പായസം വെച്ച് ആഘോഷം പങ്കിട്ടു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വീടുകളിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു.
ഇതിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകർക്ക് തൊടുപുഴയിൽ ഏകദിന പരിശീലന പരിപാടി നടത്തി. ദീർഘകാല രോഗങ്ങളാൽ വീടുകളിൽ ദുരിതമനുഭവിക്കുന്ന രോഗികൾക്ക് വീടുകളിൽ നല്ല പരിചരണം ലഭ്യമാക്കുന്ന പാലിയേറ്റീവ് കെയർ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകർക്കായി പരിശീലന ക്ലാസ് തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ നഗരസഭയിലെയും സമീപമുള്ള 14 പഞ്ചായത്തുകളിലെയും കുടുംബശ്രീ പ്രവർത്തകർക്ക് ആണ് പരിശീലനം നൽകിയത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് നിർവഹിച്ചു. കുടുംബത്തിൽ പോയി പരിശോധിച്ച് മരുന്ന് കൊടുക്കേണ്ട ആളുകളുണ്ട്. ഇവിടെ കാര്യങ്ങളുടെ ആശുപത്രിയിൽ വന്ന് ചികിത്സ നേടി പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് കുറെ കൂടെ കാര്യങ്ങൾ എളുപ്പമായ രീതിയിൽ ചെയ്യുവാൻ കഴിയുന്നത് കുടുംബശ്രീ പ്രവർത്തകർക്കാണ്. കാരണം കുടുംബശ്രീയിലുള്ള ഏതെങ്കിലും വീട്ടിലേക്ക് ആയിരിക്കാം ഇതുപോലുള്ള പ്രായാധിക്യം കൊണ്ടും മറ്റു രോഗങ്ങളും. ഇടുക്കി ജില്ലയിൽ പുകയില നിരോധനം കർശനമാക്കുവാൻ ജില്ലാതല യോഗം തീരുമാനിച്ചു. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. പൊതുസ്ഥലങ്ങൾ പുകവലി വിമുക്തമാക്കി ഇടുക്കി ജില്ലയെ പുകയില നിയന്ത്രണത്തിൽ സംസ്ഥാനത്തിന് മാതൃകയാക്കുമെന്ന് ജില്ലാ കളക്ടർ T. ഭാസ്കരൻ അറിയിച്ചു. ജില്ലയിൽ നടന്നുവരുന്ന പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോഗ്യ ജീവിത ശീലങ്ങൾ രൂപപ്പെടുത്താൻ സഹായകമാകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മറ്റു വകുപ്പുകളുടെ ഏകോപനത്തിലും സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തിൽ നടത്തുന്ന പുകയിലരഹിത ഇടുക്കി പദ്ധതിയുടെ ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജില്ലാ കളക്ടർ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവം ഏപ്രിൽ 5 മുതൽ 14 വരെ ആഘോഷിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. തൊടുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്തായി തൊടുപുഴ ആറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ നാഗരികതയുടെ പ്രാരംഭം മുതൽ തൊടുപുഴയുടെ ചരിത്രം മുഴുവൻ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീകൃഷ്ണസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ എങ്കിലും അയ്യപ്പനും നാഗരാജാവും മഹാദേവനും എല്ലാം ഇവിടെയുള്ള മറ്റ് പ്രതിഷ്ഠകളാണ്. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം ഏപ്രിൽ 5 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലാണ് ആഘോഷിക്കുന്നത്. ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂർവാധികം ചിട്ടയോടും ഗാംഭീര്യത്തോടും കൂടി നടത്തപ്പെടുന്ന തിരുവുത്സവം തൊടുപുഴയുടെ ഒരു ആഘോഷം തന്നെയാണ്. മലയാറ്റൂരിലേക്ക് കാൽനടയായി തീർത്ഥയാത്ര നടത്തുന്ന സംഘം ശ്രദ്ധേയമായി. കൽത്തൊട്ടി തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്നും കാൽനട തീർത്ഥയാത്ര ആരംഭിച്ചിട്ട് 36 വർഷം പിന്നിടുന്നു. കൽത്തൊട്ടി തിരുക്കുടുംബ ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടുള്ള മലയാറ്റൂർ തീർത്ഥാടനം 36ാം വർഷത്തിലേക്ക് കടന്നു. സമീപ ഇടവകളായ കാഞ്ചിയാർ, മേരികുളം, കാഞ്ചിയാർ ലൂർദ്, കട്ടപ്പന, കൽത്തൊട്ടി ഇടവകളിൽ നിന്നുള്ള ആളുകൾ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നു. നോമ്പ് ആരംഭം മുതൽ ഭവനങ്ങളിൽ കൂട്ടായ്മകൾ കൂടി ആത്മീയ ഒരുക്കത്തോടെയാണ് ഇവർ ഇതിൽ പങ്കെടുക്കുന്നത്. 36ാമത്തെ വർഷമാണ് ഞങ്ങൾ മലയാറ്റൂർ നടന്നു പോകുന്നത്. കാൽനടയായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും 100 പേരുള്ളതാണ്. ഈ വർഷം 50 താഴെ ഉള്ളൂ. ഞാനിത് 33ാമത്തെ വർഷമാണ്. ഞാൻ മലയാറ്റൂർ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് രോഗമായിരുന്നു. അസുഖം പൂർണ്ണമായിട്ട് മാറി. തുടർന്ന് എല്ലാ വർഷവും പോരുകയാണ്. ഞങ്ങൾ നടന്നു വരുന്നത് 4 ഇടവകയിൽ നിന്നുള്ള ആൾക്കാരാണ്. കൽത്തൊട്ടി, മേരികുളം, കാഞ്ചിയാർ, കട്ടപ്പന. മലയാറ്റൂർ തീർത്ഥാടനം പോകാൻ തുടങ്ങിയിട്ട് 11 വർഷമായി. മേരികുളം സെന്റ് ജോർജ് ദേവാലയത്തിൽ നിന്നുള്ള മലയാറ്റൂർ തീർത്ഥാടകർ തൊടുപുഴയിലെത്തി. വെള്ളിയാഴ്ച ഇവർ മലയാറ്റൂരിലെത്തും. മേരികുളം സെന്റ് ജോർജ് ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള മലയാറ്റൂർ കാൽനട തീർത്ഥാടനം ആരംഭിച്ചു. 12ാം വർഷമാണ് കാൽനടയായി ഇവിടെയുള്ള വിശ്വാസികൾ മലയാറ്റൂരിലേക്ക് യാത്രയാകുന്നത്. 50 നോമ്പ് ആരംഭ ദിനം മുതൽ നോമ്പ് നോറ്റ് ആഴ്ചകൾ തോറുമുള്ള ഭവന കൂട്ടായ്മ കൂടി ആത്മീയ ഒരുക്കത്തോടെയാണ് ഇവർ മലയാറ്റൂർക്ക് പുറപ്പെടുന്നത്. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ മേരികുളം സെൻറ്റ് ജോർജ് ഇടവയിൽ നിന്നും 12 വർഷമായി തുടർച്ചയായിട്ട് കാൽനടയായ മലയാറ്റൂർ മല തീർത്ഥാടനം നടത്തുന്നവരാണ്. ഈ വർഷവും പതിപോലെ 40 വെള്ളിയാഴ്ച മല കയറി അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി മേരികുളം സെൻറ്റ് ജോർജ് ഇടവയിൽ നിന്നും സമീപ ഇടവകളിൽ നിന്നുമായി 25ഓളം ആളുകളാണ് ഇപ്രാവശ്യം ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത്. മുതലക്കുളം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സമാപിച്ചു. തൊടുപുഴ ട്രാഫിക് സബ് ഇൻസ്പെക്ടർ ഫൈസൽ പി കാന്തർ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളായ നിങ്ങൾ ചെറുപ്പത്തിൽ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. റോഡിൻ്റെ ഏത് വശം ചേർന്ന് നടക്കണം. പിന്നെ ലൈസൻസ് വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ ലൈസൻസ് നിർബന്ധമായിട്ട് എടുത്തതിന് ശേഷം വാഹനങ്ങൾ ഓടിക്കാവുള്ളൂ. ഹെഡ് മാസ്റ്റർമാരായ ജോർജ് ജോസഫ്, ആന്റണി കൻഡ്രിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ബിജോയ് മാത്യു, ജോയ്കുട്ടി ജോസഫ്, സിവിൽ പോലീസ് ഓഫീസർ AR കൃഷ്ണൻ നായർ, ജിബിൻ മാത്യു എന്നിവർ നേതൃത്വം നൽകി. ലോക വനദിനമാണ് ഇന്ന്.
മഴ കുറഞ്ഞു, വേനൽ കൂടി വരുന്നു. പ്രകൃതി തന്നെ നിലനിൽപ്പിനായി പോരാട്ടത്തിലാണ്. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. മാർച്ച് 21 ലോക വനദിനം. 10 കിണറിന് സമമാണ് ഒരു കുളം, 10 കുളത്തിന് സമമാണ് ഒരു തടാകം, 10 തടാകത്തിന് സമമാണ് ഒരു പുത്രൻ, 10 പുത്രന് സമമാണ് ഒരു വൃക്ഷം. ശാർങ്ങധരൻ വൃക്ഷായുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ വാചകങ്ങൾ. ദശലക്ഷക്കണക്കിന് സസ്യജാതികളുടെയും ജന്തുജാതികളുടെയും ആവാസ സ്ഥലമാണ് കാട്. ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളുടെ വീടും അതിലുപരി ഒരു ജനതയുടെ സാംസ്കാരിക അടയാളവും കൂടിയാണ്. ഓത്തർ സ്പോർട്ടിംഗ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള അഖില കേരള വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഈസ്റ്റേൺ ഫ്ലഡ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റ് മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം കളികളിൽ നിന്നുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ പുതിയ കളിക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം വോളിബോളിലെ തൊടുപുഴയുടെ അഭിമാനം എന്ന് പറയാവുന്ന ശ്രീ എസ് ഗോപിനാഥ് IPS, ഇന്ത്യയുടെ മുൻ കളിക്കാരൻ, ഇപ്പോൾ തൃശൂർ IG-ആയ ശ്രീ ഗോപിനാഥിനെ പോലെ, അല്ലെങ്കിൽ ലോകോത്തര താരമായിരുന്ന ജിമ്മി ജോർജിനെ പോലെ ഈ മത്സരത്തിൽ നിന്നുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി കളിക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരട്ടെ എന്നും നാളുകളിൽ ഈ നാടിന്റെ, ഈ രാജ്യത്തിന്റെ യശസ് അന്താരാഷ്ട്ര തലങ്ങളിൽ വോളിബോളിലൂടെ ഉയർത്താൻ കഴിയുന്നവരായി അവർ മാറട്ടെ എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഈ ടൂർണമെന്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, വൈസ് ചെയർപേഴ്സൺ സുബൈദ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആദ്യ ദിനമായ ബുധനാഴ്ച പട്ടേങ്കവല സിക്സസും ചാരമംഗലം സിക്സസും തമ്മിൽ നടന്ന മത്സരത്തിൽ പട്ടേങ്കവല സിക്സസ് വിജയിച്ചു. തൊടുപുഴ ചെട്ടിപ്പറമ്പ് ടെക്സ്റ്റൈൽസിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം തുടങ്ങി. ഗാന്ധി സ്ക്വയറിൽ ചെട്ടിപ്പറമ്പ് ടെക്സ്റ്റൈൽസിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് നിർവഹിച്ചു. വിവിധ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ സന്നിഹിതരായിരുന്നു. 3 നിലകളിലായാണ് ഷോറൂം പ്രവർത്തിക്കുന്നത്. CJ അഗസ്റ്റിൻ ചെട്ടിപ്പറമ്പിൽ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ശബരി റെയിൽവേ കാലതാമസത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിൽ ബഹുജന മാർച്ചും ധർണയും നടത്തി. G ദേവരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മുള്ളിരിങ്ങാട് ഉറകണ്ണി കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. ജനങ്ങൾ ദുരിതത്തിൽ. കരിവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴുമുട്ടം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനങ്ങൾ പൂർത്തിയാക്കിയത് ആഘോഷിച്ചു. വൈസ് പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകർക്ക് പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിൽ പരിശീലനം നൽകി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവം ഏപ്രിൽ 5 മുതൽ 14 വരെ. ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. മുതലക്കോടത്ത് നടന്നുവന്ന ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സമാപിച്ചു. സമാപന സമ്മേളനം ട്രാഫിക് SI ഫൈസൽ P ഖാദർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ചെട്ടിപ്പറമ്പ് ടെക്സ്റ്റൈൽസിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം തുടങ്ങി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.